ഹായ് ഗൈസ്, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഏകദേശം ഒരു 1.5 കിലോയോളം ചിക്കൻ എടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് വേണ്ട മസാലകൾ നമുക്ക് ചേർക്കാം. ഞാനിവിടെ വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുന്നുണ്ട്, ഇഞ്ചി പേസ്റ്റ്, അതേപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യമായിട്ടുള്ള മുളക് പൊടി, കുരുമുളക് പൊടി, അതേപോലെ തന്നെ ഗരം മസാല, ഇത്രയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ചിക്കനിലും നമ്മുടെ മസാല നല്ലപോലെ പിടിക്കണം. അതിനായിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട്. അതിൻ്റെ മസാലയൊക്കെ അതിൻ്റെ എല്ലാ പീസിലും നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജ് വയ്ക്കുന്നത്. ഫ്രീസറിലല്ല വയ്ക്കുന്നത്, നമ്മൾ നോർമൽ ഫ്രീസറില്ലാത്ത പൊസിഷനിലാണ് നമ്മൾ വയ്ക്കുന്നത്. അതിനുശേഷം ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക. അതിനുശേഷം നമ്മൾ ചിക്കൻ്റെ ഓരോ പീസുകളായിട്ട് പെറുക്കി വയ്ക്കുക. ഇവിടെ ഞാൻ സ്ലോ കുക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഏകദേശം 15 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിൻ്റെ മൂടി തുറന്ന് ചിക്കൻ്റെ ഓരോരോ പീസുകളായിട്ട് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്, അതിൻ്റെ അടുത്ത പോർഷനും കൂടി വേകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് വീണ്ടും മൂടിയടച്ച് ഒരു 15 മിനിറ്റോളം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മൂടി തുറന്നിട്ട് നമുക്ക് ഈ ചിക്കൻ്റെ പീസുകൾ എല്ലാം നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ചിക്കൻ പീസുകളും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഓരോ പ്രാവശ്യവും ഫ്രൈ ചെയ്യുമ്പോഴും ഞാൻ കറി ലീഫ് ഇട്ടതിന് ശേഷമാണ് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കുന്നത്.